നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 സെപ്റ്റംബർ മാസം 26 1201 ആണ്ട് കന്നിമാസം 10 വെള്ളിയാഴ്ച. ഇന്ന് വെള്ളിയാഴ്ചയാണ്. വിശാഖം നക്ഷത്രമാണ്, ശുഭനക്ഷത്രമാണ്. ശുഭനക്ഷത്രം, ശുഭദിനം. ഇന്ന് പൊതുവേ അനുകൂലപ്രദമായ ദിവസമാണ്, നല്ല മുഹൂർത്ത ഉള്ള ദിവസമാണ്, ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ദിവസമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് ശുഭകാര്യങ്ങളും ചെയ്യാം, സന്തോഷപ്രദമായ ദിവസമാണ്. കന്നിമാസത്തിലെ വിശാഖ നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ് നിങ്ങൾക്കെന്നറിയുക. എന്തൊക്കെ ഭാഗ്യാവസ്ഥകൾ ഉണ്ടാവും? വീട്ടിനകത്ത് സന്തോഷപ്രദമായ അവസ്ഥകൾ വന്നു ചേരും, ശുഭ കാര്യങ്ങൾ നടക്കും. കല്യാണമാവട്ടെ, വീട് വയ്പ്പാവട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശുഭകാര്യങ്ങളോ വാഹനം വാങ്ങുന്നതാവട്ടെ, മറ്റ് സന്തോഷപ്രദമായ അവസ്ഥകൾ നമ്മളെ വീട്ടിനകത്ത് വന്നു ചേരും. അച്ഛനും അമ്മമാർക്കാണ് ബർത്ത്ഡേ വന്നിട്ടുണ്ടെങ്കിൽ മക്കളുടെ കല്യാണം നടക്കും, മക്കൾക്ക് വേണ്ടി വീട് വെക്കാനോ മറ്റു കാര്യങ്ങൾക്കോ കൊള്ളാം. ഇല്ല, മക്കളുടെ കല്യാണം നടക്കാൻ നിൽക്കുന്ന മക്കൾക്കാണ് ഈ നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായും ശ്രമിച്ചായി ഒരു വർഷത്തിനകത്ത് നിങ്ങളുടെ കല്യാണം നടക്കും. അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്നവർക്ക് അതിന് പരിഹാരം ഉണ്ടാവും. മാറി താമസിക്കുന്നവർ, അതായത് ഭർത്താവ് വിദേശത്തും ഭാര്യ നാട്ടിലുമാണെങ്കിൽ ഭാര്യയെ കൂടി കൊണ്ടുവരാൻ സാധിക്കും. അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്ത് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സഫലമാവും. ഇതിനൊക്കെ കൊള്ളാവുന്ന ഒരു വർഷമാണ്. നിങ്ങൾ അതിനു വേണ്ടി പ്രയത്നിക്കണം. അപ്പോൾ ഇവിടെ വളരെ പുരോഗതിയെ, ഉയർച്ചയെ, ഉന്നതിയെ പ്രദാനം ചെയ്യുന്ന അവസ്ഥാവിശേഷം തന്നിട്ടുണ്ട്. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം. 10:46 തൊട്ട് 12:16 വരെയും ആണ് രാഹുകാല സമയം. അല്ലാതെ 10 തൊട്ട് 12 മണി വരെ ഇട്ടിരിക്കുന്നതല്ല. ആ ഉദയത്തിൻ്റെ വ്യത്യാസത്തിൽ ഈ 16 വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ സമയം നോക്കി വേണം ഒരു ശുഭകാര്യത്തിന് ഇറങ്ങാൻ. അതുപോലെ ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഗുളികകാല സമയം പറഞ്ഞാൽ 7:47 തൊട്ട് 9:16 വരെയും. യമകണ്ഠകാല സമയം വരുന്നത് 3:15 തൊട്ട് 4:45 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമാണ്. അതുപോലെ നമുക്കിന്ന് മുഹൂർത്തമുള്ള ദിവസമാണ്. എങ്കിൽ പോലും നമുക്ക് അഭിജിത്ത് മുഹൂർത്തവും ഇന്നും തന്നിട്ടുണ്ട്. 11:52 തൊട്ട് 12:49 വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. 12:40 വരെ അഭിജിത്ത് മുഹൂർത്ത സമയമാണ്. ഈ സമയം നമുക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കും എടുക്കാം, മറ്റേ മുഹൂർത്തം ഉണ്ടെങ്കിൽ പോലും. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം. ശുഭ്ര വസ്ത്രം ധരിച്ചുകൊണ്ട്, പ്രധാനമായിട്ട് റെഡ് മിക്സായിട്ടുള്ള വസ്ത്രം, ശുക്രൻ്റെ കളറായ റെഡ് മിക്സായിട്ടുള്ള വസ്ത്രം ധരിക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ കർച്ചീപ്പായിട്ടെങ്കിലും കരുതുക. അല്ലെങ്കിൽ ചുവന്ന കുറി തൊടുന്നത് അല്ലെങ്കിൽ പൊട്ട് തൊടുന്നത് ഭാഗ്യദായകമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.